നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഫ്സൽ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ള പുളിശ്ശേരി തയ്യാറാക്കിയാലോ? അടിപൊളി പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റിയായ പുളിശ്ശേരി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഇതുപോലൊരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിയായ ഒരു പുളിശ്ശേരി റെഡിയാക്കാം. ഇതുപോലെ കുമ്പളങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം ഇതൊന്ന് ചീവിയെടുത്ത് വൃത്തിയായി അരിഞ്ഞെടുത്തിട്ട് വരാം. ഇവിടെ ഞാൻ കുമ്പളങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലൊരു കടായിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ മുതൽ ഒരര സ്പൂൺ വരെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ കുമ്പളങ്ങ വെന്ത് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങയെല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയി. ഈ ഒരു ടൈമിൽ നമുക്കൊരു 2-3 പച്ചമുളക് കീറിയതും കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ പച്ചമുളകും കുമ്പളങ്ങയോടെ വെന്ത് വരുന്ന ഈ ഒരു സമയം നമുക്ക് ഒരു ബൗൾ നിറയെ തേങ്ങ എടുത്ത് അതിനകത്തേക്ക് 2 ചെറിയുള്ളിയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഒരു പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 3 പച്ചമുളക് നമ്മൾ കുമ്പളങ്ങ വേകുന്നതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത കാരണം ഇതിനകത്തേക്ക് ഒരു പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ എല്ലാം ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റായി. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാലക്കൂട്ട് ആഡ് ചെയ്യാം. മസാലയെല്ലാം ഈ ഒരു പാകത്തിന് അരച്ച് റെഡിയാക്കി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങയുടെ ഒപ്പം ആഡ് ചെയ്യാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടിയേ ഉള്ളൂ. അത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ. കുമ്പളങ്ങയിട്ട് ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇച്ചിരിയുടെ മഞ്ഞ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇച്ചിരി ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ 1 പാക്കറ്റ് തൈര് ഇതുപോലെ അടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 പാക്കറ്റ് തൈരാണുള്ളത്. അതും കൂടി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് തിളച്ച് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, തീയെല്ലാം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മീഡിയം അല്ല നല്ല സിമ്മിലാക്കി വെച്ചതിന് ശേഷം മാത്രം തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ തൈര് ആഡ് ചെയ്തതിന് ശേഷം തിളയ്ക്കാനൊന്നും വിടണ്ട. ഇതുപോലൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു വറുവൽ തയ്യാറാക്കാം. വറുവൽ തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയെല്ലാം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാം. കടുകെല്ലാം പൊട്ടി വരുന്ന ഈ ഒരു ടൈമിൽ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്താൽ നമ്മുടെ വറുവൽ ഇവിടെ റെഡിയാണ്. അങ്ങനെ ടേസ്റ്റിയായ ഹെൽത്തിയായ യമ്മിയായ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരിയുടെ വറുവൽ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ അടിപൊളി കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ ഓക്കെയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാകും, ഉറപ്പാണ്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ചെറിയ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.